അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ക്രിസ്തുവിലായിരിക്കുന്ന ഞാൻ ആരാണ് എന്നതാണ്. അല്ല, ഞാൻ ആരാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, ഞാൻ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്. നമ്മൾ പറയും ഞാൻ യേശുവിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന്. ഞാൻ യേശുവിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? യേശുവിൽ നിന്ന് ജനിച്ചു എന്നത് പറയുകൊണ്ട് ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ അനുഭവിക്കേണ്ട മാറ്റങ്ങൾ? എൻ്റെ വംശാവലിക്ക് മാറ്റം വന്നു അല്ലേ? ഞാൻ ക്രിസ്തുവിൻ്റെ വംശാവലിയിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്ത് പ്രത്യേകതയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല എന്ന് ഈ മെസ്സേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Can I start the message today? ഞാൻ ഇന്നത്തെ മെസ്സേജ് ആരംഭിക്കട്ടെ. So this year I feel every day I felt to share about the manifestations. ഞാൻ ഓരോ ആഴ്ചയും വെളിപ്പെടുത്തലിനെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. Say to your neighbor, അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ടെ, manifesting restorations. പുനഃസ്ഥാപനത്തിന്റെ വെളിപ്പെടുത്തൽ. Everything is restored in Calvary. കാൽവറിയിൽ എല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടു. Everything is restored in Calvary. എല്ലാം കാൽവറിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. But we listen. ശ്രദ്ധിച്ചാലും everything for mankind is restored. എനിക്ക് വേണ്ടുന്ന സർവ്വ കാര്യങ്ങളും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. Everything. എല്ലാ കാര്യവും. But we are expecting some healings, some deliverance, some financial freedom. That's what we are expecting. നമ്മൾ ചിന്തിക്കുന്നത് ഒരു സൗഖ്യം, ഒരു സാമ്പത്തിക വിടുതൽ, അല്ലാതെ ചില മേഖലയിലുള്ള വിടുതലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. But through his restoration, അവന്റെ പുനഃസ്ഥാപനത്തിലൂടെ God brought you into higher realm of existence. ദൈവം നമ്മളെ ഉന്നതമായ ജീവിത നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. Say with me, higher realm of existence. എന്നോടൊപ്പം പറഞ്ഞാൽ ഉന്നത ജീവിത നിലവാരത്തിലേക്ക്. Last week I taught you, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പഠിപ്പിക്കാനിടയായി, Jesus crucified for not for a normal life. യേശു കാൽവറിയിൽ മരിച്ചത് ഒരു സാധാരണ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. Not for a noble Christian life. അത് സാധാരണമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. The owner of the universe died for you to make you an excellent, exceptional life. ഈ പ്രപഞ്ചത്തിന്റെ ഉടയവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് അസാധാരണമായ മികച്ചതുമായ ഒരു ജീവിതം തരാൻ വേണ്ടിയിട്ടാണ്. So say to your neighbor, അതുകൊണ്ട് അടുത്തുള്ള വ്യക്തിയോട് refuse to be a ordinary life. സാധാരണ ജീവിതത്തെ നിരസിക്കുന്നു എന്ന് അടുത്തുള്ള വ്യക്തിയോട് പറഞ്ഞോട്ടെ. Say to your neighbor, I refuse to live a ordinary life. അടുത്ത വ്യക്തിയോട് പറഞ്ഞോട്ടെ, ഞാൻ സാധാരണ ജീവിതം നിരസിക്കുകയാണ്. I refuse to live in a ordinary life. ഞാൻ സാധാരണമായ ജീവിതം ജീവിക്കുന്നതിനെ ഞാൻ നിരസിക്കുകയാണ്. But we accept it. പക്ഷെ നമ്മൾ അത് അംഗീകരിച്ചു. We believe Christian life is an ordinary life. നമ്മൾ വിശ്വസിക്കുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സാധാരണ ജീവിതമാണ്. But God look at you
you are the God's best. ദൈവം നിന്നെ നോക്കുമ്പോൾ ദൈവം കരുതുന്നത് നീ അവനിൽ ഏറ്റവും മികച്ചതാണെന്നാണ്. And God kind. അത് ദൈവത്തെ പോലുള്ളവനാണെന്നാണ്. ദൈവിക ജാതിയായിട്ടാണ് നിന്നെ കാണുന്നത്. You are the God kind. ദൈവിക ജാതിയാണ്. ഒരു മുയലിന് കൊച്ചുണ്ടായ മുയലിനെ പോലിരിക്കും. മുയലിന്റെ ജാതി എന്ന് പറയുന്നത്. മനുഷ്യന് കൊച്ചുണ്ടായ മനുഷ്യ ജാതിയാ. ദൈവത്തിന് കൊച്ചുണ്ടായ ദൈവത്തിന്റെ ജാതിയാ. ആനയ്ക്കൊരു കൊച്ചുണ്ടായ ആനയുടെ ജാതിയാ. Are you listening? We are God kind. നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ളവൻ. That means the Calvary produce an excellent life. എന്നുവെച്ചാൽ കാൽവറിയിൽ അത് അസാധാരണമായ ഒരു ജീവിതം നിനക്ക് തരുവാനിടയായി. But we are not living an excellent life. പക്ഷെ നമ്മളൊരു അസാധാരണമായ ജീവിതമല്ല ജീവിക്കുന്നത്. Do you know the scriptures? നിങ്ങൾക്ക് വചനം അറിയാമോ? According to John chapter 1 verse 12, this familiar scripture. യോഹന്നാൻ 1:12 പറയുന്നു. It's a familiar scripture. അതെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. As many as received and welcomed him, he gave the right or to become the child of God. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാവാനുള്ള അവകാശം അവൻ കൊടുത്തു. Right to become the child of God. Power to become the child of God. അവന്റെ മകനാകാനുള്ള അവകാശം കൊടുത്തു, ശക്തി കൊടുത്തു. Now who I am? ഇപ്പൊ ഞാൻ ആരാണ്? I am the child of God. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. Can I say one thing? ഞാനൊരു കാര്യം പറയട്ടെ. From that day the exceptional life begin. ആ നിമിഷം മുതൽ അസാധാരണമായ ജീവിതം നിന്നിൽ തുടങ്ങുവാനിടയായി. That means when you believe Christ Jesus, you are getting to the genealogy of God. നീ ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്ന സമയത്ത് നീ അവന്റെ വംശാവലിയിലാകുകയാണ് ചെയ്യുന്നത്. How many of you know you are getting to the genealogy of God? എത്ര പേർക്കറിയാം നിങ്ങൾ ക്രിസ്തുവിന്റെ വംശാവലിയിൽപ്പെട്ടവരാണെന്ന്? But do you know one thing? പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാം. Most of the Christians are believing child of God means a spiritual position in the Bible or spiritual position in the Christianity. ദൈവത്തിന്റെ പുത്രൻ അല്ല ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത് ആത്മീയമായ ഒരു സ്ഥാനം മാത്രമാണെന്നാണ് നമ്മൾ ചിന്തിക്കുവാനിടയാകുന്നത്. It's not become for them, it's not present our reality. അത് ഇപ്പോഴുള്ള സത്യങ്ങളെ അല്ല അത് പ്രകടമാക്കുന്നത്. It's a present our reality. അത് സത്യമാണ്, ഇപ്പോഴത്തെ സത്യമാണ്. I am the child of God. ഞാൻ ദൈവത്തിന്റെ മകനാണ്. I can inherit what are the things belong to God that I can inherit. എനിക്ക് ദൈവത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു അതിനെല്ലാം കൈവശമാക്കാൻ എനിക്ക് അധികാരമുണ്ട്. I get into his genealogy. ഞാൻ അവന്റെ വംശാവലിയിൽപ്പെട്ടതാണ്. That's why Bible say in Luke chapter 3 verse the last word it say Adam is a son of God. അതുകൊണ്ടാണ് ലൂക്കോസ് 3 അവസാനം പറയുന്നത് ആദാം ദൈവത്തിന്റെ മകനായിരുന്നെന്ന്. He get into the genealogy of God. അത് അവൻ ദൈവത്തിന്റെ വംശാവലിയിലേക്ക് പ്രവേശിക്കപ്പെട്ടവൻ. If anyone write the genealogy again, ആരെങ്കിലും ആ വംശാവലി വീണ്ടും എഴുതിയാൽ John, my name is John, Darius name is also there. എന്റെ പേര് അതിന്റെ അകത്ത് എഴുതപ്പെടാൻ കാരണമാകും. Will be there. അതിന്റെ അകത്തുണ്ടാകും. Because I am born of God now. കാരണം ഞാൻ ക്രിസ്തുവിനാൽ ജനിക്കപ്പെട്ടവനാണ്. Come on. You know, after അബ്രഹാമിന് ശേഷം there is a genealogy belong to the Israel people. ഇസ്രായേൽ പീപ്പിളിന് ഒരു വംശാവലിയുണ്ട്. Abraham make Isaac. ഇസഹാക്കിനെ സൃഷ്ടിച്ചു. So അടുത്ത എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി എഴുതിയിരിക്കുന്നേ. അവരുടെ ജീനിയോളജി അബ്രഹാമിൽ നിന്നുണ്ടായതാ. എന്റെ ജീനിയോളജി യേശു ക്രിസ്തുവിൽ നിന്നുണ്ടായതാ. ഞാൻ യേശുവിന്റെ മകനാ. പക്ഷെ ഇത് ഒരു ആത്മീയമായ വാചകം മാത്രമായിട്ട് ക്രിസ്ത്യാനികൾക്ക് ഒതുങ്ങിപ്പോയി. നിങ്ങൾ എങ്ങനെയാ ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നേ? അതൊരു ആത്മീയ കാര്യം. This is a spiritual matter. It's not a physical matter to you. That is a spiritual matter, but also it is a physical matter too. I am born again. I am the child of God. I am the heir of God. I am the heir of God. Come on, church, give a clap offering to the Lord, a praise offering to the Lord, a thanksgiving offering to the Lord. ഞാൻ ക്രിസ്തുവിന്റെ വംശാവലിയിൽപ്പെട്ടവൻ, ഞാൻ ക്രിസ്തുവിനാൽ ജനിക്കപ്പെട്ടവൻ. ദൈവത്തിന് ഒരു സ്തുതിയാഗം അർപ്പിച്ചോട്ടെ. That's why John chapter 3 verse 1 say, അതുകൊണ്ടാണ് യോഹന്നാൻ 3:1 പറയുന്നത്, see
what an incredible quality of love Father has shown us to us. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് That we നൽകിയിരിക്കുന്നത്. would be named and called and counted the children of God. അവൻ ദൈവത്തിന്റെ മകനാകുവാൻ എന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നു. Now God count me as a child of God. ദൈവം എന്നെ എണ്ണിയിരിക്കുന്നത് ദൈവത്തിന്റെ മകനാന്നുള്ള രീതിയിലാണ്. That's why it is written, see, you have to see, you are a child of God. അതുകൊണ്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കാണണം, നിങ്ങൾ ദൈവമക്കളെന്ന്. That means you are God kind. അതെന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ളവൻ. If you are saying you are God kind, how can you live an ordinary life? നിങ്ങൾ ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ളതെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സാധാരണമായ ജീവിതത്തിൽ ജീവിക്കുക? Can I say a statement? ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. When you receive Jesus, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ you are become the recipient of His righteousness and His goodness. അവന്റെ നീതിയുടെയും അവന്റെ നന്മയുടെ ഉപഭോക്താവായി മാറുകയാണ്. I am the recipient. അവന്റെ ഉപഭോക്താവാണ്. Say to your neighbor, you are the recipient. ഉപഭോക്താവ്. So those who are received Christ, from that day onwards, you are the recipient of God's goodness and mercy. നിങ്ങൾ ആരാ ക്രിസ്തുവിനെ സ്വീകരിക്കുക, ആ നിമിഷം മുതൽ അവന്റെ നന്മയും അവന്റെ നീതിയും ഉപഭോക്താവായിരിക്കുകയാണ് നീ. From that day onwards, ആ ദിവസം മുതൽ you will dispense the goodness and His mercy. അവന്റെ നീതിയും അവന്റെ നന്മയും നീ പ്രകടിപ്പിക്കുവാനിടയാകും, കരസ്ഥമാക്കാനിടയാകും. നീ കൈകാര്യം ചെയ്യും, നടത്തിക്കും, കാര്യസ്ഥനെ പോലെ കൊണ്ടു നടക്കും, കഴിഞ്ഞില്ല സപ്ലൈ ചെയ്യും. Do you know who you are? നീ ആരാണെന്ന് നിനക്കറിയാമോ? So is this wonderful thing. ഇത്ര മനോഹരമായ കാര്യമാണ്. പക്ഷേ Christians don't know. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അത് അറിയത്തില്ല. We are the dispensers of the Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ കാര്യസ്ഥന്മാരാണ് നമ്മൾ. We are the dispensers of His love and mercy and goodness and everything. അവന്റെ കരുണയുടെയും അവന്റെ നീതിയുടെയും അവന്റെ സ്നേഹത്തിന്റെയും കാര്യസ്ഥന്മാരാണ് നമ്മൾ. Wherever we go, we transmit and transfer His life to this world. നമ്മൾ എവിടെ പോയാലും നമ്മൾ അവന്റെ ജീവനെ പകർന്നു കൊടുക്കുന്നവരായി മാറുവാനിടയാകും. Give me 5 more minutes. എനിക്ക് 5 മിനിറ്റ് കൂടെ തന്നാലോ? Next impartation is waiting. അടുത്തൊരു പകർച്ച നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Already one impartation is happened when I share about the morning prayer. രാവിലത്തെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പകർച്ച നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. The next is coming. അടുത്തത് നിങ്ങളുടെ മേൽ വരികയാണ്. Now you believe you are a child of God? നിങ്ങൾ വിശ്വസിക്കുന്നവർ നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണെന്ന്? Can you see yourself as a child of God? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ദൈവത്തിന്റെ പുത്രനെന്ന് കാണാൻ സാധിക്കുമോ? Let's turn to one more scriptures. First John chapter 17 verse 23, 22 and 23. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 22-23 വാക്യങ്ങൾ. I have given to them the glory which you given me. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു. That they may be one just as we one. നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുക. Next word. I in them and you in me, that they may be perfected and completed into one, so that the world may know that you sent me and have loved them just as you have loved me. It's a beautiful word. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ this is a beautiful word. ഇതൊരു മനോഹരമായ വാക്യമാണ്. Jesus himself say, യേശു തന്നെ പറയുകയാണ്, I am carrying a glory. ഞാനൊരു മഹത്വം വഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. I am going to give that glory to my disciples and believers. എന്നെ വിശ്വസിക്കുന്നവർക്ക് എന്റെ ശിഷ്യന്മാർക്ക് ഞാൻ ആ മഹത്വം പകർന്നു കൊടുക്കുകയാണ്. Forward. എന്തിനാണ്? The world must reckon, ലോകം തിരിച്ചറിയണം, God loves us as like Jesus. യേശുവിനെ ദൈവം സ്നേഹിച്ചതുപോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നെന്ന് ലോകം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവന്റെ മഹത്വം നിനക്ക് പകർന്നു തരുവാനിടയായത്. So
So you are carrying the God's glory now. നീ ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വമാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. Can I ask you a question? If you are carrying God's glory, how can you live a normal Christian life? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സാധാരണമായ ഒരു ജീവിതം ജീവിക്കാനായി സാധിക്കും? Jesus is very serious about one thing. യേശു ഒരു കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. The glories came upon you. The people must see what glory is came upon you. യേശുവിന് ഒരു കാര്യം നിർബന്ധമുണ്ട്. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ ലോകം അത് കാണണം. എന്ത് മഹത്വമാണ് നിന്റെ മേൽ വന്നതെന്ന് അത് കാണണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ട്. Jesus loved to see that glory is manifesting in your life. യേശുവിന് വളരെ സന്തോഷമാണ് നിന്റെ മേളിൽ അവന്റെ മഹത്വം ചലിക്കുന്നത് കാണുവാൻ. Hallelujah. That means he making you a star in this world. എന്ന് വെച്ചാൽ അവൻ നിന്നെ ഈ ലോകത്തെ ഒരു നക്ഷത്രത്തെ പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. Do you have a desire like that? നിനക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? We don't have a desire like that. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? But God's desire, പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം, the glory must shine upon you. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ The world must see the glory upon you. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ തിളങ്ങുന്നത് ലോകം കാണണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. Will you please stand up with me? നിങ്ങൾ എന്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കാമോ? What's God's desire? എന്താണ് ദൈവത്തിന്റെ ആഗ്രഹം? The God want to see, the world must see the glory that is upon you. ദൈവത്തിന് ഒരു ആഗ്രഹമുള്ള ഒരു കാര്യം മാത്രമാണ്, നിന്റെ മേളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഈ ലോകം കാണണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അബ്രഹാമിന്റെ വംശാവലിയിലായിരുന്നു ഇസ്രയേൽ ജനമായിരുന്നത്. അബ്രഹാമിനെ കർത്താവ് തെരഞ്ഞെടുത്തപ്പം മുതൽ ആ വംശാവലി നമുക്ക് ദൈവജനത്തിൽ കാണാനായി കഴിയും. അതുകൊണ്ട് ഇസ്രയേൽ ജനത്തിനുണ്ടായ പ്രത്യേകത എന്താണ്? അബ്രഹാമിൻ്റെ മേൽ വന്ന സകല ബ്ലെസ്സിങ്ങുകളും ഇസ്രയേൽ ജനം അനുഭവിക്കുവാനിടയായി. ആ അനുഗ്രഹത്തിലാണ് ഇസ്രയേൽ ജനം മുൻപോട്ട് പോയത് തന്നെ. അപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ വംശാവലിയിലാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ള സകല അനുഗ്രഹങ്ങളും അനുഭവിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതിന് അവകാശിയാണ് ഞാൻ. ആ വംശാവലിയിലായിരിക്കുന്നത് കൊണ്ട് ആ സകല നന്മകളും അനുഭവിക്കുവാൻ തക്കവണ്ണമുള്ള അവകാശിയാണ് ഞാനെന്ന് പറയുന്നത്, അല്ല നിങ്ങളെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനെ അനുഭവിച്ചാട്ടെ, അതിലായിരുന്നാട്ടെ, അതിനെ അവകാശമാക്കിയാട്ടെ. നിങ്ങൾ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്ത് ആ വംശാവലിയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ജനിത കുന്നമംഗലം. ഓക്കെ. ക്യാൻസർ മാറിപ്പോയ ഒരു അത്ഭുത സാക്ഷ്യം. ക്യാൻസറാണ് മാറിയത്? 2 വർഷമായിട്ട് ക്യാൻസർ ആയിരുന്നു. 2 വർഷമായിട്ട് ക്യാൻസർ ആയിരുന്നു. ജീസസ് വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ. അതിന്റെ ഫലമായി പൂർണ്ണമായിട്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ പൂർണ്ണമായിട്ട് മാറി എന്നുള്ള സാക്ഷ്യം. ചേച്ചി എന്നു പറഞ്ഞേ, എന്തുവാ ചേച്ചിക്ക് ഉണ്ടായിരുന്നേ? ബ്രസ്റ്റിലെ ക്യാൻസർ ആയിരുന്നു. ചികിത്സയിലായിരുന്നു. ചികിത്സ കഴിഞ്ഞ സ്കാനിങ് എടുത്തപ്പോൾ അതിലൊരു മുഴ ഉണ്ട്. ബ്രസ്റ്റിൽ മുഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞു. ബ്രസ്റ്റ് റിമൂവ് ചെയ്തോ? എങ്ങനെയാ ഓപ്പറേഷൻ? റിമൂവ് ചെയ്തില്ല. 2 ഓപ്പറേഷൻ, 8 കീമോ, 20 റേഡിയേഷനും കഴിഞ്ഞു എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് 2 മുഴയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് 8 കീമോയും 20 റേഡിയേഷൻ നടന്നു. അത് 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. ഓക്കെ. അതിനുശേഷം പരിശോധിച്ചപ്പോഴാണ് വീണ്ടും മുഴയുണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ. ഓക്കെ. അപ്പം ഞാൻ ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം 2 മാസത്തിന് ശേഷം സ്കാനിങ് എടുത്ത് വരാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ പിറ്റേത്തെ സ്കാനിൽ പൂർണ്ണമായിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞതില്ല. ആ മുഴ മാറിപ്പോയി. കുറച്ച് വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ മുഴ കണ്ടതിന് ശേഷം പിന്നെ റേഡിയേഷനും കീമോ ഒന്നും ചെയ്തില്ല. പിന്നെ സ്കാൻ ചെയ്യാനാണ് പറഞ്ഞത്. എഴുന്നേറ്റ് ഒരു നല്ല കൈയോടി കൊടുക്കുക. ഒരു ആമേൻ പറയാമോ? നിങ്ങൾക്കിത് മനസ്സിലായോ? ഈ ചേച്ചിക്ക് ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയോടി കൊടുത്ത്. ഈ ചേച്ചിക്ക് ബ്രസ്റ്റിൽ 2 ഓപ്പറേഷൻ കഴിഞ്ഞു. 2 മുഴയുണ്ടായിരുന്നു. അതിനുശേഷം 8 കീമോയും 20 റേഡിയേഷനും നടന്നു. പക്ഷെ ആ 20 റേഡിയേഷൻ പരിശോധന അല്ലെങ്കിൽ ആ റേഡിയേഷന് ശേഷം പരിശോധിച്ചപ്പോൾ തൻ്റെ ബ്രസ്റ്റിൽ 1 മുഴയും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയെ തുടർന്ന് അവർ സൗഖ്യമായി. പിന്നെ റേഡിയേഷനും കീമോ എടുത്തില്ല. പിന്നെ പോയി അവർ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത സമയത്ത് ആ മുഴ കാണാനില്ല. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. അത് ദൈവം ചെയ്ത കാര്യമാണ്. ഞാൻ ചിന്തിച്ചത് അവർക്കൊരു ട്യൂമർ ഉണ്ടായി റേഡിയേഷനും കീമോ എടുത്തിരുന്നെങ്കിൽ
ഒരുപക്ഷെ അവർക്ക് മുഴ മാറിയത് അത് കാരണമെന്ന് പറയാം. പക്ഷെ ഇതിപ്പോൾ അത് കാരണമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണോ? ശരിയാണോ ഞാൻ പറഞ്ഞേ? അതായത് റേഡിയേഷനും കീമിയോ എടുത്തതിന് ശേഷമാണ് മുഴ കണ്ടുപിടിച്ചത്, അതിനുശേഷമാണ് പ്രാർത്ഥിച്ചത്, അതിനുശേഷം പൂർണ്ണമായി മാറിപ്പോയി. അമ്മയുടെ പേരെന്താ അമ്മേ? ജനിത. എവിടുന്ന് അമ്മ വരുന്നേ? പൊന്നമംഗലം. അമ്മ കള്ളമൊന്നുമല്ലല്ലോ പറയുന്നേ? അല്ല, സത്യമാണ്. ഞങ്ങൾ കാശ് വന്നിട്ട് പറയുമല്ലോ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഈ അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞ കർത്താവ്, നിന്റെ മോൾക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അപ്പാ ഒന്നും കൂടെ ചുണയായി കൈയടിച്ചു ആമേൻ പറയാം. സന്തോഷമായിട്ട് പോയാൽ. അമ്മയുടെ പേര് ശ്രീദേവി, അടൂരിൽ നിന്ന് വരുന്നു. അമ്മ പറയുന്ന അമ്മയ്ക്ക് 3-4 മാസമായിട്ട് അതികഠിനമായിട്ടുള്ള മുട്ടുവേദനയായിരുന്നു. നടക്കാൻ ഒട്ടും പറ്റില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസത്തെ നമ്മുടെ ഇവിടുത്തെ മീറ്റിങ്ങിന് വന്നു, ബ്രദർ പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ പൂർണ്ണമായി സൗഖ്യമായെന്ന് അമ്മ പറയുന്നു. അമ്മയുടെ മുട്ടുവേദന മാറി. എത്ര നാളുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു? 3-4 മാസം ഉണ്ടായിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ടില്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ബ്രദർ, ഈ അമ്മയുടെ പേര് ഉഷ, അടൂരിൽ നിന്ന് വരുന്നു. അമ്മയ്ക്ക് പറയാനുള്ളത്, അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ശരീരത്തിലെ ഞരമ്പെല്ലാം ചുരുങ്ങുമായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വന്ന് പ്രാർത്ഥിച്ച കാര്യമാണ്. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ടത്. ഓക്കെ, കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിന് ബ്രദർ പറഞ്ഞു ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ അമ്മ പറയുന്നത് സൗഖ്യമായി എന്നാണ്. അമ്മയ്ക്ക് എന്തുവായിരുന്നു അമ്മയെ പ്രയാസം? അമ്മ തന്നെ പറ. എനിക്ക് 2023 എനിക്ക് രാത്രിയായപ്പോൾ ഒരു സംസാരിക്കാൻ വയ്യാതെ സ്ട്രോക്ക് വന്ന് സംസാരിക്കത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എന്നെ തളർത്തി കിടത്തല്ലേ, എന്റെ ഭർത്താവ് തളർന്നു പോയതാണ്. ഞാൻ ചോദിക്കുന്നത്, അമ്മ അടൂരിന്നാണ് വരുന്നത്. അമ്മയ്ക്ക് അന്ന് മുതൽ എന്തോ വ്യത്യാസമുണ്ട്? അപ്പൊ ഞാൻ നടക്കുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഒത്തിരി നടന്നു പോകുമ്പോ ഒരു ഞരമ്പ് കയറി പിടിക്കും. മുന്നോട്ട് നമ്മളെ തള്ളിപ്പോവും. അപ്പൊ ദൈവം എന്നെ മുന്നോട്ട് ഇടിക്കാൻ സമ്മതിക്കത്തില്ല, കറക്കിയിടും. അങ്ങനെ അടൂർ സ്റ്റാൻഡിൽ 2 പ്രാവശ്യം വീട്. ഞാൻ ചോദിക്കുന്ന, അമ്മയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്താ സൗഖ്യം ഉണ്ടായി? ആ ഞരമ്പിന്റെ പിടുത്തം ഇപ്പൊ അങ്ങ് മാറി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച ഒരു സന്തോഷമുള്ള കാര്യമോ? ഒന്നുകൂടെ ചുണയായിട്ട് കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞു. ഇപ്പൊ അമ്മയുടെ ആ പിടിച്ചു നിൽക്കുന്ന പോലുള്ള കാലിന്റെ ദേഹത്ത് വരുന്ന പിടുത്തം മാറിപ്പോയി. ഇപ്പൊ വീഴത്തേ ഇല്ല. 1 മാസം കൊണ്ട് അങ്ങനെ മുന്നോട്ടും പോകുന്നില്ല. നേരത്തെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വീഴുമായിരുന്നു. നടക്കുന്ന നടപ്പി നമ്മളൊക്കെ വീട് പോകും. ആ വീഴുന്നത് 2 മാസം 1 മാസമായിട്ടില്ല. ഒരു നല്ല കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അത് അമ്മയുടെ കാലിലെ ഞരമ്പുകൾക്കുണ്ടായിരുന്ന പ്രശ്നമായിരുന്നു, അത് പൂർണ്ണമായിട്ട് മാറി. അത് സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ സന്തോഷത്തോടെ. ബ്രദറെ, ഈ അമ്മയുടെ പേര് ഓമന, പന്തളത്തു നിന്ന് വരുന്നു. ഈ അമ്മയ്ക്ക് 3 അത്ഭുത സാക്ഷ്യമാണ് പറയുവാനുള്ളത്. ഒന്ന്, സുധിയെന്ന് പറയുന്ന മോന് കൈയുടെ മുട്ടിന് മുഴയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ അമ്മ ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അത് പൂർണ്ണമായും മാറിപ്പോയെന്നാണ് ഈ അമ്മ സാക്ഷീകരിക്കുന്നത്. രണ്ടാമതായിട്ട്, സുധി എന്ന് പറഞ്ഞ മോനെ കയ്യിൽ മുഴയുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചപ്പോൾ മാറിപ്പോയി. സത്യമാണോ? സത്യം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. രണ്ടാമത് പറയുന്നത്, ഈ അമ്മയുടെ യൂട്രസ് എടുത്തു കളഞ്ഞതായിരുന്നു. അന്ന് മുതൽ ഈ അമ്മയ്ക്ക് സഹിക്കാൻ മേലാത്ത വയറുവേദനയായിരുന്നാണ് പറഞ്ഞത്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ഇവിടുത്തെ മീറ്റിങ്ങിന് വന്നു. ബ്രദർ അങ്ങോട്ട് വിളിച്ച് ഈ അമ്മയോട് പറഞ്ഞു, വേദനയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഈ അമ്മ പറയുന്നത്, അന്ന് പ്രാർത്ഥിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും ആ വേദന ഉണ്ടായിട്ടില്ല, പൂർണ്ണ സൗഖ്യത്തോടെയാണ് അമ്മ ആയിരിക്കുന്നതെന്നാണ് സാക്ഷീകരിക്കുന്നത്. ഇനി അടുത്തത് ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞു. മൂന്നാമത് ഈ അമ്മയുടെ കൊച്ചുമകളാണ് സുരഭി. ഈ കുഞ്ഞിന് കൗണ്ട് കൂടുതലായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് തന്നെ നമ്മുടെ മെർക്കസ് നോർമലിൽ വിളിച്ചു, വീഡിയോ കോൾ ചെയ്ത് വിളിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് തന്നെ പൂർണ്ണമായി സൗഖ്യത്തോടെ അമ്മ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും വന്നെന്നാണ് സാക്ഷീകരിക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവിൻ്റെ പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് പറയുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ കർത്താവ് എനിക്ക് ചില ധൈര്യത്തെ പകരുകയാണ്. ഇടിഞ്ഞിരിക്കുന്നിടത്ത്, മനസ്സ് തകർന്നെടുത്ത് ദൈവത്തെ അനുഭവിക്കുകയാണ്, ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുകയാണ്. ഞാൻ പോകുന്ന വേദനയുടെ സാഹചര്യങ്ങളിൽ കർത്താവിന് എനിക്ക് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയുമെന്ന ഉറപ്പാണ് എനിക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിലാണ് ആയിരിക്കുന്നത്, അവൻ്റെ കൈക്കുള്ളിലാണ് ആയിരിക്കുന്നത്. അല്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങൾക്ക് ചിലത് ചെയ്യാൻ തക്കവണ്ണം ഉള്ള അവകാശത്തിലും അധികാരത്തിലുമാണ് കർത്താവ് നിങ്ങളെ ആക്കിയിരിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ. അപ്പോൾ മനസ്സിടിഞ്ഞു പോയിടത്തെല്ലാം ദൈവത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് നിറയട്ടെ, അവൻ്റെ സന്തോഷങ്ങൾ കൊണ്ട് നിറയട്ടെ, അവിടുത്തെ പ്രവൃത്തി കൊണ്ട് നിറയട്ടെ. ഈ കുടുംബങ്ങൾ ക്രിസ്തുവിൽ ബലമുള്ളവരായി
ഉറപ്പോടെ നിൽക്കുന്നവരാകട്ടെ അപ്പാ, ഉറപ്പോടെ നിൽക്കുന്നവരാകട്ടെ. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ധാരാളമായി അനുഭവിക്കട്ടെ അപ്പാ. ഇവർ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. ആ സന്തോഷത്തെ അനുഭവിക്കട്ടെ അപ്പാ. ആ നന്മ അനുഭവിക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി പറയുന്നു. കർത്താവേ, കുടലുകളിൽ പ്രയാസമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്, ആഹാരം കഴിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്, എന്നാൽ കഴിക്കാത്ത സമയത്തും തനിക്ക് വയറ്റിൽ പ്രയാസമാണ്. എന്ത് ചെയ്താലാണ് മാറുന്നതെന്ന് അറിയത്തില്ല. കർത്താവെ, ആ വ്യക്തിയുടെ ഉദരത്തിലായിരിക്കുന്ന ആ പ്രയാസം മാറട്ടെ അപ്പാ. കുടലുകളിലായിരിക്കുന്ന ആ പ്രയാസം മാറട്ടെ. ഇപ്പോൾ അത് മാറിപ്പോയി. എപ്പോഴും പുകച്ചിൽ പോലെ, എരിച്ചിൽ പോലെ, കത്തുന്നത് പോലെയാണ്. ആ അനുഭവം തൻ്റെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ, തൻ്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യമുണ്ടാകട്ടെ. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ചെവിയെ കർത്താവ് തൊടുന്നത് കാണാം. ഭയങ്കര വേദനയും അതോടൊപ്പം തന്നെ എപ്പോഴും അടഞ്ഞടഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് ആ വ്യക്തിക്കുള്ളത്. ആ ചെവിയിലോട്ട് കൈവച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത് സൗഖ്യമാകട്ടെ അപ്പാ. ഇപ്പോഴത് സൗഖ്യമാകട്ടെ അപ്പാ. ഇപ്പോഴത് സൗഖ്യമാകട്ടെ അപ്പാ. കർത്താവേ, എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളും കർത്താവെ, അവർ ആയിരിക്കുന്ന അനുഭവങ്ങളിലെല്ലാം ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപകൾ കൊണ്ട് നിറച്ചതിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിനും കൃപയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.